നിൽക്കവിടെ. ആ ഭാണ്ഡം എങ്ങെടുക്ക. ഈ രത്നഹാരം മഹാരാജൻ ക്ഷേത്രത്തിന് സമർപ്പിച്ചതാണ്. ഇതെങ്ങനെ കുട്ടിയുടെ കൈവശം വന്നു? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ? കളവ് പറയുന്നു. ഈ രത്നഹാരം കുട്ടി മോഷ്ടിച്ചതല്ലേ? ഞാൻ മോഷ്ടിച്ചെന്നോ? ഇല്ല, തൃക്കടയൂരപ്പനാണ് സത്യം. ഇതെങ്ങനെ എന്റെ ഭാണ്ഡത്തിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നാളിതുവരെ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യം. നടക്ക് കൊട്ടാരത്തിലേക്ക്. ഇനിയെല്ലാം തിരുമനസ് തീരുമാനിക്കട്ടെ. നടക്ക്. അയ്യോ, നിരപരാധിയായ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ശിവാലയ യാത്രയ്ക്ക് പോവുകയാണ്. അത് തടസ്സപ്പെടുത്തുന്നത് മഹാപാപമാണ്. എന്നെ വിട്ടയക്കൂ സഹോദരന്മാരെ. ഓ പിന്നെ, ഭഗവാന്റെ മുതൽ മോഷ്ടിച്ച് ശിവാലയ യാത്ര നടത്തിയിട്ട് എന്താ കാര്യം? ഒരു പുണ്യവും കിട്ടില്ല കൊച്ചേ. നടക്ക്, നടക്കങ്ങോട്ട്. തൃക്കടയൂരപ്പ ഭഗവാനെ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, രക്ഷിക്കണേ. നടക്കടി അങ്ങോട്ടും. അധികാരി കൊന്നേ. എന്താ? രത്നഹാരം നഷ്ടപ്പെട്ട ദുഃഖവുമായി മഹാരാജൻ മടങ്ങിപ്പോയി. അധികാരി അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖത്തിന്റെ ലാഞ്ചന പോലും ഇല്ലതാനും. എന്താ, നമുക്ക് ദുഃഖമുണ്ടെന്ന് മുഖത്തെഴുതി ഒട്ടിക്കണം? മുഖം മനസ്സിന്റെ കണ്ണാടിയായിരിക്കുന്നിടത്തോളം എഴുതി ഒട്ടിച്ചിട്ടും പ്രയോജനമില്ലല്ലോ. അല്ല, മേൽശാന്തിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? രത്നഹാരം കാണാതായതിനു പിന്നിൽ ക്ഷേത്ര മേലധികാരിയുടെ പങ്ക് എന്താണെന്നറിയണം. ഒരു നാളും പതിവില്ലാതെ അതിരാവിലെ തന്നെ ഭൈരവിയെ കാര്യാലയത്തിൽ വെച്ച് കണ്ടല്ലോ. ഭൈരവി എന്തിനാണ് വന്നത്? അത് പിന്നെ ക്ഷേത്രം മേലധികാരിയാവുമ്പോൾ പലരും നമ്മെ കാണാൻ വന്നിരിക്കും. അങ്ങനെ പലരും വരുന്ന പോലല്ലോ ഭൈരവി വന്നത്. അവൾ അങ്ങയുടെ അനന്തരവളും മനസാക്ഷി സൂക്ഷിപ്പുകാരിയുമല്ലേ. കനിമൊഴിയാണെങ്കിൽ ഭൈരവിയുടെ ബദ്ധശത്രുവും. ഇത് തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ കനിമൊഴിയെ കള്ളിയാക്കാൻ മേലധികാരിയും ഭൈരവിയും ചേർന്ന് കളിച്ച കളിയല്ലേ രത്നഹാരം നഷ്ടപ്പെടൽ. അസംബന്ധം. രത്നഹാരം വെച്ച് നാം കളിച്ചതോ? അപമാനം, അക്ഷന്തവ്യമായ അപമാനം. കടന്നു പോയിക്കൊള്ളുക. ക്ഷോഭിക്കാതെ അധികാരി കൊന്നേ. നാം പൂജിച്ച ശേഷം തിരിച്ചു വന്ന രത്നഹാരം അങ്ങ് അറയിൽ വെച്ച് പൂട്ടിയതാണല്ലോ. അറയുടെ താക്കോൽ അങ്ങയുടെ അരക്കെട്ടിലും. ആ അങ്ങറിയാതെ രത്നഹാരം എങ്ങനെ ക്ഷണത്തിൽ അപ്രത്യക്ഷമായി? മായാജാലക്കാരിയായ മീനാക്ഷിയിൽ നിന്നും പഠിച്ച മായാജാല വിദ്യയാൽ കനിമൊഴി വസൂലാക്കി രാജഭടന്മാർ തൊണ്ടി സഹിതം ഇപ്പോൾ പൊക്കിയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, യഥാർത്ഥ കുറ്റവാളിയെ തെളിവ് സഹിതം പൊക്കാൻ മറ്റൊരു നീതിപീഠവും ഉണ്ട് ഇവിടെ. തൃക്കടയൂരപ്പന്റെ നീതിപീഠം. നിങ്ങൾ ചെയ്ത കാടത്തരങ്ങൾ തെളിയിച്ച് പല കുറി ഓച്ചാനിപ്പിച്ച് നിർത്തിയിട്ടില്ലേ തൃക്കടയൂരപ്പൻ? ഇക്കുറിയും അത് തന്നെ സംഭവിച്ചിരിക്കും. അമ്മാമ്മേ, ഭൈരവി സമ്മതിച്ചു തന്നിരിക്കുന്നു അമ്മാമ്മേ. അറയിലിരിക്കേണ്ട രത്നഹാരം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കനിമൊഴിയുടെ ഭാണ്ഡത്തിലെത്തിച്ച വക്രബുദ്ധി ഇത്തവണ അവള് പെട്ടത് തന്നെ. നിന്റെ അഭീഷ്ടം പോലെ അവളിനി ശിവാലയ യാത്രയ്ക്കല്ല, ശിവ ശിവ എന്ന് വിളിച്ചു കേഴാൻ കൽത്തുറുങ്കിലേക്കാ പോകുന്നത്. മേൽശാന്തി എന്ന പരമനാറിക്ക് എന്തോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പൊല്ലാപ്പാകുമോ എന്ന നമ്മുടെ ആശങ്ക.
മേൽശാന്തി, അയാളോട് പോകാൻ പറ മാമേ. മേലധികാരിയുടെ അധികാരദണ്ഡ് തരം പോലെ മേൽശാന്തിയിൽ പതിപ്പിച്ച് അയാളെ നിലയ്ക്ക് നിർത്തണം അമ്മാമേ. ഭൈരവി, നീ ആകെ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിങ്ങളുടെ പുന്നാര അനന്തരവൾ കനിമൊഴിയെ രാജഭടന്മാർ പിടിച്ചുകൊണ്ടുപോയി. രത്നഹാരം മോഷ്ടിച്ച പെരുങ്കള്ളി എന്ന് ദുഷ്പേരും പരന്നു കഴിഞ്ഞു. നമ്മുടെ തറവാടിന്റെയും പറമ്പിന്റെയും ഒരേ ഒരു അവകാശി കാരാഗൃഹത്തിലായില്ലേ? നമുക്ക് ഒരുമിച്ച് ഉറക്കെ ചിരിക്കാം. ആട്ടെ, കനിക്ക് എന്ത് ശിക്ഷയായിരിക്കും മഹാരാജൻ വിധിക്കുന്നത്? വധശിക്ഷയായിരിക്കൂ? കനിയുടെ പ്രായത്തെ മാനിച്ച് വധശിക്ഷ വിധിക്കാൻ പോകുന്നില്ല. മിക്കവാറും ദീർഘകാല കാരാഗൃഹവാസമായിരിക്കും ശിക്ഷ. മതിയല്ലോ. കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വരുമ്പോഴേക്കും മൂത്ത് നരച്ച് പടുകിഴവിയാകുമല്ലോ. നിന്റെ സാമർഥ്യത്തെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഭൈരവി. അധികാരി അമ്മാമ തന്ന രത്നഹാരം കനിയുടെ ഭാണ്ഡത്തിൽ വച്ച നിന്റെ രാക്ഷസ ബുദ്ധിയെ ഏകാംബരൻ വാനോളം പുകഴ്ത്തുന്നു ഭൈരവി, വാനോളം പുകഴ്ത്തുന്നു. పడమర పడగలపై మెరిసే తారలకై, పడమర పడగలపై మెరిసే తారలకై రాత్రిని వరించకే సంధ్యా సుందరి. తూరుపు వేదికపై వేకువ నర్తకివై, తూరుపు వేదికపై వేకువ నర్తకివై ధాత్రిని మురిపిల్చే కాంతులు చిందరి. నీ కదలిక చైతన్యపు శ్రీకారం కాని, నీ కదలిక చైతన్యపు శ్రీకారం కాని ఎదురిల్చిన హృదయ రవళి ఓంకారం కాని, శివ పూజకు చివురిల్చిన సిరి సిరి మూవా. సిరి మూవా, సిరి సిరి మూవా. మృదు మంజుల పదమంజరి పూచిన పూవా. సిరి సిరి మూవా, సిరి సిరి మూవా. നടക്കടി അങ്ങോട്ട്.
മഹാരാജൻ, കാണാതായ രത്നഹാരം ഈ കുട്ടിയുടെ ഈ ഭാണ്ഡത്തിലുണ്ട്. നാം ഭഗവാന് സമർപ്പിച്ച രത്നഹാരമാണിത്. അക്കാര്യത്തിൽ റാണിക്കോ മന്ത്രിക്കോ സംശയമുണ്ടോ? ഇല്ല തിരുമനസേ, അതേ രത്നഹാരം തന്നെയാണിത്. അക്കാര്യത്തിൽ അടിയനും സംശയമില്ല. ഈ രത്നഹാരം കുട്ടി മോഷ്ടിച്ചതാണല്ലേ? അല്ല തിരുമനസേ, അല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിക്കുകയില്ല. പിന്നെ എങ്ങനെ രത്നഹാരം കുട്ടിയുടെ ഭാണ്ഡക്കെട്ടിൽ വന്നു? അറിയില്ല റാണിമാതെ, അടിയനൊന്നും അറിയില്ല. അടിയനെ ആര് ചതിച്ചതാണ്. ഓ, കുട്ടി ക്ഷേത്രത്തിൽ വന്നിരുന്നല്ലോ. രത്നഹാരം കാണാനില്ലെന്നറിഞ്ഞപ്പോ എല്ലാ ഭക്തരെയും ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദേഹപരിശോധനയ്ക്ക് നിൽക്കാതെ കുട്ടി പെട്ടെന്ന് ക്ഷേത്രാങ്കണം വിട്ടത്? രത്നഹാരം കാണാനില്ലെന്ന് അടിയൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത് ശിവാലയ യാത്ര പോകാൻ വേണ്ടിട്ടാ. ഈ രത്നഹാരം കുട്ടിയുടെ ഭാണ്ഡത്തിൽ എങ്ങനെ വന്നു ചേർന്നു? അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ബോധിപ്പിക്കേണ്ടത്. സത്യമായിട്ട് അടിയനെ അറിയില്ല. എത്രയോ കാലമായി തൃക്കടിയൂരപ്പന്റെ ദാസിയായി കഴിയുന്നവളാ അടിയൻ. ഭഗവാന്റെ മുതല് അടിയൻ മോഷ്ടിച്ചിട്ടില്ല തമ്പുരാനെ. തൃക്കടിയൂരപ്പനാണ് സത്യം, സത്യം, സത്യം. ഇത് വിശ്വസിക്കാൻ കഴിയില്ല കുട്ടി. മറ്റാരുടെയും ഭാണ്ഡക്കെട്ടിൽ കാണാത്ത രത്നഹാരം നിന്റെ ഭാണ്ഡത്തിൽ നീ അറിയാതെ പറന്നു വന്ന് കയറിയതാണെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇവൾ നിരപരാധിയാണെന്ന് വിശ്വസിച്ച് മോചിപ്പിക്കരുത് മഹാരാജൻ. അത് തന്നെയാണ് അടിയന്റെ അഭിപ്രായം. നിജസ്ഥിതി അറിയുന്നതുവരെ കുട്ടിയെ പുറത്തു പോകാൻ അനുവദിക്കരുത്. അരുത് തിരുമനസേ, നിരപരാധിയായ അടിയനെ വിട്ടയക്കണം. ശിവാലയ യാത്ര നടത്തണമെന്ന് അടിയൻ നേർച്ച നേർന്നിട്ടുള്ളതാണ്. മഹാഭക്തനായ അങ്ങ് അടിയന്റെ യാത്ര മുടക്കരുത് തമ്പുരാനെ. തൃക്കടയൂരപ്പൻ പല മായാജാലങ്ങളും പരീക്ഷണങ്ങളും ലീലാവിലാസങ്ങളും കാട്ടുന്നവരാണ്. അങ്ങനെ എന്തോ ഒരു അന്തർനാടകം ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെളിപ്പെടും വരെ കുട്ടിക്ക് നാം കാരാഗ്രഹവാസം വിധിക്കുന്നു. കൊണ്ടുപോയി തുറങ്കിലടയ്ക്കും. നടക്കാൻ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ. गंगाधर शंकर करुणाकर मामव भवसागर तारक. गंगाधर
निर्गुण परब्रह्म स्वरूप गम गम भूता प्रपंच रहिता निर्गुण परब्रह्म स्वरूप गम गम भूता प्रपंच പാല് കുറച്ചുകൂടി എടുക്കട്ടെ അമ്മാമ്മേ? വേണ്ട മോളെ, വേണ്ട. ശിവകാമിക്കോ? എനിക്കും മതിയായി. കൂടെ കൂടെ വന്ന് ഭൈരവിയുടെ ആതിഥ്യം സ്വീകരിച്ചു പോകുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇക്കുറി നടന്നിരിക്കും. വാ. പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ട് വന്ന് വണങ്ങിയാൽ മല്ലന്മാരുടെ ഈ വണക്കത്തിന് ഒരു സ്വീകാര്യതയുണ്ടാവും. അടിയങ്ങൾ എന്താണ് നിർവഹിക്കേണ്ടത് അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി. അടിയങ്ങൾ കൃത്യം നിർവഹിച്ചിരിക്കും. ഭൈരവി, പറഞ്ഞോളൂ. മീനാക്ഷിയും പൂങ്കൊടിയും ശിവാലയ യാത്രയിലാണ്. യാത്ര തുടങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞു. അവരോടൊപ്പം കനിമൊഴി ഉണ്ടാവും. അവരെ കണ്ടെത്തി കഥ കഴിച്ചിരിക്കണം. എന്താ, കഴിയോ നിങ്ങൾക്ക്? വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എന്നാലും ഞങ്ങളത് ചെയ്തിരിക്കും. ഇവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം ഇല്ലെങ്കുന്നേ. ഞാനൊരു അഭിപ്രായം പറയട്ടെ. പറഞ്ഞോളൂ. ഇവരേക്കാൾ അഭ്യാസവും അടവുകളും പഠിച്ചിട്ടുള്ള കളരി അഭ്യാസികളെ വേണം കൊലപാതകത്തിനുള്ള ദൗത്യം ഏൽപ്പിക്കാൻ. ആ അഭ്യാസികളെ ഇവർ തന്നെ കണ്ടുപിടിച്ച് ഏർപ്പാടാക്കട്ടെ. പ്രതിഫലം ഇവർക്കും കൊടുക്കാം, അവർക്കും കൊടുക്കാം. എന്താ? ശിവകാമിയുടെ അഭിപ്രായത്തെ ഞാനും അനുകൂലിക്കുന്നു. പണമൽപ്പം കൂടുതൽ ചെലവായാലും വേണ്ടില്ല, ഇക്കുറി കൊലപാതകങ്ങൾ നടന്നിരിക്കണം. എന്താ, അങ്ങനെയുള്ള അഭ്യാസികളെ ഏർപ്പാടാക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കഴിയും. കൊലപാതകത്തിൽ സാമർഥ്യം നേടിയ മല്ലന്മാരെ തന്നെ അടിയങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളാം. ഇക്കുറി കാര്യം നടന്നിരിക്കും അങ്ങുന്നേ. ഇക്കുറി കൊലപാതകം നടന്നില്ലെങ്കിൽ ഇതുപോലെ അനുകൂലമായ ഒരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല. ഉടനെ അഭ്യാസികളുമായി പുറപ്പെട്ടോളെ. കൽപ്പന പോലെ. ഇക്കുറി കൃത്യം നടക്കൂന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ അങ്ങുന്നേ? അതെ, അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൈലാസനാഥ, നാഗഭൂഷണ, ശ്രീനീലകണ്ഠ ഭഗവാനെ, പല നാടുകളിലായി അങ്ങ് കുടികൊള്ളുന്ന ആലയങ്ങൾ സന്ദർശിക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ അയക്കുകയാണ്. വിവിധ രൂപത്തിൽ, ഭാവത്തിൽ അവർക്ക് ദർശനം നൽകി അനുഗ്രഹിക്കണേ ദേവ. ആരോരും ആശ്രയത്തിനൊപ്പമില്ലാത്ത അബലകളായ അവർക്ക് നീ പിൻബലമാകണേ ജഗദീശ്വര. കല്ലും മുള്ളും കാട്ടുമൃഗങ്ങളും അവർക്ക് പ്രതിബന്ധമാകരുതേ ഭഗവാനെ. വിഷഹരനായ അങ്ങ് അവരെ വിഷജന്തുക്കളിൽ നിന്നും രക്ഷിക്കണം. പ്രാണഭയം ഒഴിപ്പിച്ച് എപ്പോഴും ശിവപഞ്ചാക്ഷരി ഉരുവിടാൻ എന്റെ കുട്ടികളെ
പ്രാപ്തരാക്കണേ ജഗന്നാഥ.